ഹായ് എവരി വൺ. ഞാൻ ഇന്നേ ആക്ച്വലി ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടുക്കി കാപ്പിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിനെ പറ്റി. അതിനകത്ത് കുറേ പേര് കമൻസ് അയച്ച് കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ച് പേരൊക്കെ കുറച്ച് കൺസേൺസ് പറയുന്നുണ്ടായിരുന്നു. മല്ലിപ്പൊടി ഇടുവോ, അതിടുവോ, ഇത് ഇടുവോ, അങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചു. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ചിലർക്ക് ജീരകത്തിൻ്റെ ഒന്നും ടേസ്റ്റ് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ടും ജീരകം ചേർക്കണം, അല്ലെങ്കിൽ മസ്റ്റായിട്ടും ഉലുവ ചേർക്കണം, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പക്ഷേ ഇടുക്കിയിൽ ഞാൻ പണ്ട് മുതലേ കുടിച്ചു വരുന്ന, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് കുടിച്ചതും ഞാൻ കണ്ടതും എൻ്റെ അമ്മയോട് ചോദിച്ചപ്പം പറഞ്ഞതുമായ ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഈ മല്ലിപ്പൊടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ്, എടി നീ രസം ഉണ്ടാക്കുന്ന റെസിപ്പിയാണോ ഇട്ടതെന്ന്. ആക്ച്വലി മല്ലി ഉണ്ടല്ലോ, നമ്മുടെ ഹോൾ മല്ലി കുരുക്കൾ, അത് വറുത്ത് അതാണ് ഇടേണ്ടത്. എന്തെങ്കിലും മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തത്. അതുപോലെ തന്നെ ജീരകം, മല്ലി, നമ്മുടെ ഉണക്ക ഇഞ്ചി, ചുക്കുപൊടി, ഇതെല്ലാം ഒരു മെഡിസിനൽ സ്പൈസസ് ആണ്. അത് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഞങ്ങൾ ഇടുക്കിക്കാർക്കും വയനാട്ടുകാർക്കും പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷിക്കാരാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ആ സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റും മണവും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ട് തൊട്ടേ അത് നമ്മുടെ ഫേവറേറ്റ്സ് ആയതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് പോകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇത് എല്ലാം ഇടണമെന്നോ ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ മെയിനായിട്ട് എടുത്ത് നിൽക്കുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് ഏലക്കയാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ ഇടുന്നതിനോട് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നമ്മുടെ ജീരകവും ഏലക്കയും മാത്രം പൊടിച്ചിട്ടാൽ മതി. പിന്നെ അത് വറുക്കുന്ന കൂട്ടത്തിൽ ഒരു തരി പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ച് ചേർക്കുവാണെങ്കിൽ ടേസ്റ്റി ആയിട്ടിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയി. പക്ഷെ ഞാൻ പഞ്ചസാര അങ്ങനെ ചേർക്കാറില്ല, ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മല്ലിപ്പൊടി എന്ന് കേട്ടിട്ട് ആരും ഇതാകേണ്ട ആവശ്യമില്ല. അതുപോലെ ഉലുവ ഇടുമോ എന്നൊക്കെ വെച്ചാൽ, ഉലുവയൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവറിന്, ഒരു സ്മെല്ലിന് വേണ്ടി ഇടുന്നതാണ്, നന്നായിട്ട് ചൂടാക്കി പൊടിച്ച്. അപ്പോൾ എല്ലാം കൂടെ ഇടണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുള്ളത് മാത്രം ഇട്ടാൽ മതി. ജീരകവും ഏലക്കയും മാത്രം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടാലും മതി. മല്ലി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്, കുറച്ച് മല്ലി ഇടുക. മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത്. ഓക്കെ, അപ്പം ക്ലാരിഫിക്കേഷനായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒന്നുകൂടെ പറയാണ്, ഇടണം നിർബന്ധമില്ല. ഏലക്ക മസ്റ്റാണ്. ഏലക്ക ഇട്ടാൽ തന്നെ ഇടുക്കിയുടെ ഒരു മണം വരും. ഓക്കെ, ഞാൻ ഇന്നൊരു അവക്കാഡോ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.